നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടുർ. അങ്ങനെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു ചേസുമായിട്ട് നമ്മുടെ ടാറ്റ മോട്ടോഴ്സിലേക്ക് കൊണ്ടുവന്നുള്ള ഒരു ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഒരു ചേസ് അല്ലെങ്കിൽ ഒരു ഷാസി നമ്മളുടെ ധാർവാഡ് പ്ലാന്റിൽ നിന്ന് വരുവാണെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറിന് ശേഷമാണ് ആ ഒരു വാഹനം ഒരു യാർഡിലേക്ക് അല്ലെങ്കിൽ ഒരു സർവീസ് യാർഡിലേക്ക് ഏറ്റെടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു വാഹനം വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് അതൊരു സർവീസ് സെൻറ്ററിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് അതൊരു കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പം കാണാൻ മറക്കണ്ട. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് ഏതായാലും പോയേക്കാം. നമ്മൾ അങ്ങനെ ചേസ് എടുത്ത് നേരെ പോപ്പുലറിലെത്തി. ഇനി നമുക്കിവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അതായത് വണ്ടിയുടെ ചേസ് നമ്പർ, ബാക്കി കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അവിടെ നോക്കുന്നു. പിന്നെ നമുക്ക് വണ്ടിയുടെ ഉള്ള കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ കൊടുക്കണം. വണ്ടി ധാർവാഡ് പ്ലാന്റിൽ നിന്നും നമുക്ക് തരുമ്പോൾ ഈ ഒരു വണ്ടിക്കകത്തുള്ള മൈലേജിൻ്റെ, ഡീസലിൻ്റെ കാര്യങ്ങൾ, ആഡ്ബ്ലൂവിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവർ ഇവിടെ ചെക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു സെക്യൂരിറ്റി ചേട്ടന് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതുന്നുണ്ട്. ഇവിടെ നിന്ന് വന്നിരിക്കുന്നതിൻ്റെ എത്ര കിലോമീറ്റർ ആയെന്നുള്ളത് 806 കിലോമീറ്റർ. അപ്പം എത്ര കിലോമീറ്റർ ആയെന്നുള്ളത് അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം പുള്ളി ഇവിടുന്ന് അത് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. എന്നതിന് ശേഷമാണ് നമുക്കിനിയും ഈ ഒരു വണ്ടി നേരെ നമ്മുടെ യാർഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ, സെക്യൂരിറ്റിയുടെ ചെക്ക്, ബാക്കി എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി നേരെ കൊണ്ടുപോകേണ്ടത് വാഷിംഗ് ബേയിലേക്കാണ്. അപ്പം നേരെ വാഷിംഗ് ബേയിലേക്ക് പോകാം. പിന്നെ എന്താ പരിപാടി? ഇതിപ്പോൾ ഫുൾ വണ്ടി ചെക്ക് ചെയ്യണം. ഫുൾ ചെക്ക് ചെയ്യണം. എന്തെല്ലാം ഉണ്ട്, ടയർ ചെക്ക് ചെയ്യും, പഞ്ചറുണ്ടോ അത് നോക്കും. ചേസി നമ്പർ ആദ്യം നോക്കുന്നത് ചേസി നമ്പർ. ഓക്കെ. എന്നിട്ട് ഫ്യൂൽ വിൽ ബി ചെക്ക് ബൈ ദ സെക്യൂരിറ്റി. ഓക്കെ. നമ്മളുടെ എത്ര ലിറ്റർ കിട്ടുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് തരണം. അപ്പം ഇതൊക്കെ പറയുന്നതിന് മുന്നേ ആളെ ഇത് പരിചയപ്പെടുത്തണം. ഇതാണ് നമ്മുടെ അയ്യർ സാറ്. അപ്പോൾ അയ്യർ സാറാണ് നമ്മുടെ PDയുടെയും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇൻവേർഡിൻ്റെ. ഓക്കെ ശരി. അപ്പം നമ്മൾ ഇപ്പം ധാർവാഡ് ഓൾറെഡി പ്ലാന്റിൽ നിന്ന് ഏതൊരു വണ്ടിയും നമ്മുടെ ഈ ഒരു സർവീസ് സെന്ററിൽ യാർഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആദ്യം വന്ന് സെക്യൂരിറ്റി വിൽ ചെക്ക് പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണോ, നമ്മളുടെ പേരിലാണോ, അത് ഡെലിവറി പോയിന്റ് ഏതാ കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നോട്ട് ചെയ്യും ഏത് സമയത്ത് വന്നിട്ടുണ്ട്. അതിനും ടൈമും ഡ്രൈവറിന്റെ മൊബൈൽ നമ്പറും ഡ്രൈവറിന്റെ പേരും എഴുതി വെക്കും. കാരണം ഫോർ റിഫറൻസ് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിയുടെ പേര് വെച്ച് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് ടാറ്റ മോട്ടോഴ്സ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. ചില ഐറ്റം അവന്മാർ പറഞ്ഞു കൊടുക്കും, ഇതുപോലെ തട്ടിയിട്ടുണ്ട്, ചില സമയത്ത് പറയത്തില്ല. മനസ്സിലായി. സോ ഫോർ ദാറ്റ് പർപ്പസ് ഓൺലി, സെക്യൂരിറ്റി പർപ്പസ് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വണ്ടി വന്നു കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ വാഷിംഗിന്റെ ഈ ഏരിയയിൽ വരും, ഇവിടെ വരും, ഇല്ലെങ്കിൽ നമ്മുടെ യാർഡിൽ തന്നെ വരും. വന്നു കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ആ പേപ്പർ എടുത്ത് ചെക്ക് ചെയ്യുന്ന ചേസി നമ്പർ, വെദർ ദ വെഹിക്കിൾ നമ്പർ വിച്ച് ഹാസ് കം ഇൻ, അതിന്റെ ചേസി നമ്പർ. ഇതാണ് ഈ വണ്ടിയുടെ അവിടെ വന്ന പേപ്പേഴ്സ് ആണ് ഇതെല്ലാം. പേപ്പർ. ഓക്കെ ശരി. അപ്പം ഇത് നമ്മൾ ഇതിന്റെ ചേസി നമ്പർ ഇവിടെ ഉണ്ട്. ആ ചേസി നമ്പർ വെച്ച് നമ്മൾ ആദ്യം പോയി നോക്കുന്നത് ചേസി നമ്പർ നോക്കുന്നത്. അത് നമ്മളുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിക്കർ ഇസ് നോട്ട് ഫീസിബിൾ. നമ്മൾ ആദ്യം ഫിസിക്കലി ചെക്ക് ചെയ്യുന്ന ചേസി നമ്പർ നമ്മളുടെ ദിസ് റെപ്രസെന്റ് ചേസി നമ്പർ. ഇത് കറക്റ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ വെഹിക്കിൾ വിച്ച് ഹസ് കം ടു അസ് ഇസ് പെർഫെക്റ്റ്. നമ്മളുടെ അലോട്ടഡ് വെഹിക്കിളാണ് നമുക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന ഫിസിക്കലി ടയർ ഏത് മേക്കുണ്ട് അത് എഴുതിയെടുക്കും. അപ്പോളോയുടെ ടയറാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അപ്പോളോ ടയർ എത്ര ടയർ ഉണ്ട്, 1 2 3 5 6 7. പിന്നെ ഗോ ടു ദ ബാറ്ററി ഏത് മേക്കാ അത് നോക്കും. ബാക്കി ഫിസിക്കൽ ചെക്കിംഗ് എല്ലാം ഡ്യൂറിങ് PDI ഓൺലി. നമ്മൾ ഇത് നോക്കി കഴിഞ്ഞിട്ട് ഇതിൽ എന്തെല്ലാം അവൈലബിലിറ്റി ഉണ്ട് അത് നോക്കും. ബസ് ചേസി വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ടൂൾ കിറ്റ് കാണും. അതിനകത്ത് 3 മിററും പിന്നെ ജാക്ക്, ലിവർ, പിന്നെ അതിൻ്റെ ഒരു പാനിക് ബട്ടൺ, അതൊക്കെ കാണും. ശരി മനസ്സിലായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫുൾ ഇതിനകത്ത് അനലൈസ് ചെയ്യും. ഇതിനകത്ത് ചെയ്തതിന് ശേഷം ബസ്സൊക്കെ ചേസി ഫുൾ ബിൽട്ടപ്പ് ബസ് ആണെങ്കിൽ കംപ്ലീറ്റ് ഓവറോൾ ചെക്ക് ചെയ്യും. സൈഡ് ബോഡി സ്ക്രാച്ച് ഉണ്ടോ അത് നോക്കും. അടി എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ അങ്ങനെയെല്ലാം കൃത്യമായിട്ട് നോക്കും. ബാക്കി മേജർ എന്ത് വരുന്നത് PDI ചെക്ക് ചെയ്യുന്നു. ശരി.
അപ്പോൾ എന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവച്ചിരിക്കുന്ന ഇതെല്ലാം ഡീസൽ ഊറ്റ്. കാരണം ബിക്കോസ് അലോട്ടഡ് വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ ഇത്ര ലിറ്റർ നമുക്ക് കൊടുക്കണം. ഹി വിൽ ഡു ദ ചെക്കിംഗ് ആൻഡ് റിപ്പോർട്ട് മീ. ഓക്കെ, ഡീസൽ ക്വാണ്ടിറ്റി ഇത്ര വന്നിട്ടുണ്ട്. കുറവാണെങ്കിൽ ഡ്രൈവർ വിൽ fill it up. കൂടുതലാണെങ്കിൽ 1-2 ലോഡ് കൂടുതൽ they will take. We don't want. നമ്മൾക്ക് എത്ര പെർഫെക്റ്റഡ് ടാറ്റ മോട്ടോഴ്സ് കൊടുക്കുന്നു അത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ നമ്മൾ ഡീസൽ അത് ഊറ്റി കൃത്യമായിട്ട് അളന്നെടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. എന്നതിന് ശേഷം നേരെ വാഷിംഗ് ബേയിലേക്ക് കയറും. ഇല്ല, ഇപ്പൊ കയറത്തില്ല. ഇറ്റ് വിൽ ബി സ്റ്റാക്ഡ് ഇൻ യാർഡ്. അപ്പം നമ്മളുടെ ഈ യാർഡിലെ എല്ലാ വണ്ടിയും പാർക്ക് ചെയ്ത് വെക്കും. അപ്പം അതായത് ഏതൊക്കെ വണ്ടികൾ വരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ആസ് എ സ്റ്റോക്ക് യാർഡ്. ഓക്കെ, സ്റ്റോക്ക് യാർഡ് അത് ഫുള്ളായിട്ട് സ്റ്റോക്ക് യാർഡ്. ശരി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് സെയിൽസിൽ നിന്ന് ഇൻഫർമേഷൻ വരും. ഈ ചേസി നമ്പർ നമ്മൾ വിറ്റതാണ്. അതിന് PDAക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ് വരും. റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വെഹിക്കിൾ വിൽ ബി ടേക്കൺ ഔട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വാഷിംഗ് വാഷിംഗ് ഏരിയ പോയി കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് PDA ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. എന്നതിന് ശേഷം യാർഡിക്കൊണ്ടിട്ടതിന് ശേഷം നേരെ നമ്മൾ വാഷിങ്ങും കഴിഞ്ഞ് സെയിൽസിൽ നിന്ന് വരുമ്പോൾ പിന്നെ നിങ്ങളുടെ പരിപാടി എന്താണ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞ് വാഷ് ചെയ്ത് PDAക്ക് കൊടുക്കും. PDAയിലെ എല്ലാ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷനാണ് പറയുന്നത്. അങ്ങനെ 1, 2, 3, 4 എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് സപ്പോർട്ട് ചെയ്യും. റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരും. അതൊക്കെ വാറണ്ടി ക്ലെയിംസ് ഉണ്ട്. എന്തെങ്കിലും ഡാമേജ് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പം ഇതുവരെയുള്ളൂ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഇത് കഴിഞ്ഞിട്ട് വരുന്ന PDA കഴിഞ്ഞിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് റീവാഷ് ചെയ്ത് പോളിഷ് ഒക്കെ ചെയ്ത് ഡെലിവറി കൊടുക്കും. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാൻ PDAയുടെ ബാക്കി കാര്യങ്ങളോടൊന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പം ഈ PDAയുടെ ഇനി ആരാണ് നോക്കുന്നത്? PDAയിൽ ഇപ്പം നോക്കുന്ന ആൾ വന്നിട്ടുണ്ട്. പുള്ളി വന്ന് ഹാൻഡിൽ ചെയ്തു. ഫൈനൽ he will take over from me. Okay, ശരി. വണ്ടി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്കൽ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് I will hand over the vehicle to him for PDA. PDAയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ he will come to me. ഇത് ഒരു കുറവുണ്ട്, EPODയിൽ എഴുതിയിട്ടുണ്ടോ, അത് എഴുതി കഴിഞ്ഞാൽ he will do the warranty claim, PDA ക്ലെയിമും അവൻ ചെയ്യും. അവൻ്റെ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് PDAയിൽ ഫുൾ ഡെലിവറി ഇൻസ്പെക്ഷനാണ് ചെയ്യുന്നത്. ഓയിൽ, ഇത് ടയർസ് എല്ലാം ചെക്ക് ചെയ്ത് ചെയ്യും. ഓക്കെ, നമുക്കെന്നാൽ PDAയുടെ കാര്യങ്ങൾ ചെയ്താലോ? അപ്പോൾ ഞങ്ങൾ ഏതായാലും PDAയുടെ കാര്യങ്ങൾ വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും. ഡെലിവറിയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പോയേക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് PDAയുടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം പേരെങ്ങനെയായിരുന്നു? നിബിൻ. ഓക്കെ, അപ്പം നിബിൻ ചേട്ടൻ നമുക്ക് ഈ PDAയുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ എന്താണെന്നുള്ള ഈ പലർക്കും ശരിക്കും പറഞ്ഞാൽ PDA എന്ന് കേൾക്കുന്നല്ല, PDAയുടെ ഫുൾ ഫോം അറിയാത്ത ഒത്തിരി പേരുണ്ട്. അതൊന്ന് പറഞ്ഞു കൊടുത്തരും. എന്താണ് PDA എന്ന് പറയുന്നത്? പ്രീ ഡെലിവറി ഇൻവെസ്റ്റിഗേഷൻ. ഒരു വണ്ടി നമ്മളൊരു കസ്റ്റമർ പുതിയതായിട്ടൊരു വാഹനം വാങ്ങുന്ന കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണോ ചെക്ക് ചെയ്യേണ്ടത് അതെല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ കസ്റ്റമർക്ക് ഒരു പുതിയ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു PDAക്ക് ഒരു വാഹനം ലഭിക്കുമ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ചെക്ക് ഷീറ്റ് നമ്മുടെ അടുത്തുണ്ട്. അതിനൊരു നമ്മൾ സർവീസിന് വരുമ്പോൾ പോലെ തന്നെ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഒരു മാനുവൽ ജോബ് കാർഡ് നമുക്ക് ഉണ്ട്. അതിനകത്ത് ചെക്ക് ഷീറ്റ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു പുതിയ വാഹനത്തിൽ ചെക്ക് ചെയ്യണം അതെല്ലാം അതിൽ റിപ്പോർട്ട് ചെയ്ത് അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചിട്ടാണ് നമ്മൾ ഡെലിവറിക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. മനസ്സിലായി. ഓക്കെ, അപ്പം അത് എത്രത്തോളം എന്തുമാത്രം നേരത്തെ ഒരു പ്രോസസ്സാണത്? ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഈ PDAയുടെ ആ ഒരു ബേയിലേക്ക് ഒന്ന് പോയാലും എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കാണാം. തീർച്ചയായും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോൾ യാർഡിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത് ഒരു നമ്മുടെ PDAയുടെ ബേയിലേക്കാണ്. അപ്പോൾ ഇതാണല്ലേ? അതെ, ഇതൊരു പ്രീ ജോബ് കാർഡാണ്. ഓക്കെ, ഇതാണ് PDAയുടെ ഒരു ജോബ് കാർഡ് വരുന്നത് അല്ലേ? ഓക്കെ, അതെ. അതിനകത്ത് നമുക്ക് എല്ലാം എൻ്റർ ചെയ്യാം. മോഡൽ, കിലോമീറ്റർ, മണിക്കൂർ, OSB നമ്പർ. OSB കിട്ടും വണ്ടിയുടെ ഒപ്പം തന്നെ. OSB നമ്പർ, കസ്റ്റമർ പേര്, ഫോൺ നമ്പർ, ഇൻവോയ്സ് ആയ ഡീറ്റെയിൽസ്, ചേസിസ് നമ്പർ, എഞ്ചിൻ നമ്പർ, ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. ഇതെല്ലാം നോട്ട് ചെയ്ത് ടയറിന്റെ നമ്പറുകൾ ഏതാണ്, സ്റ്റാർട്ടർ നമ്പർ, ഓൾട്ടർനേറ്റർ, റേഡിയേറ്റർ, അതിന്റെ മേക്ക്, അതിന്റെ സീരിയൽ നമ്പർ, ഇതെല്ലാം നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യും. എല്ലാം സെപ്പറേറ്റ് ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് എല്ലാം എഴുതും. ECU, ABS, ATS, ഡോക്സിംഗ് പമ്പ്, കംപ്ലീറ്റ് ഒരു വണ്ടിയുടെ എല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഇതിൽ റെക്കോർഡിക്കലാക്കും. വിത്ത് സീരിയൽ നമ്പർ, അതിന്റെ മേക്ക് ഉൾപ്പെടെ. അതിനുശേഷം PDAയിൽ ചെക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് 35 ചെക്ക് പോയിന്റ്സ് വരുന്നുണ്ട്. PDAയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു 35 പോയിന്റ്സ് അടങ്ങുന്ന ചെക്ക് ഷീറ്റ് ഇത്. ഈ ചെക്ക് ഷീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ടെക്നീഷ്യൻ ഒരു PDA വണ്ടികളും അവർ ഇൻസ്പെക്ട് ചെയ്യുന്നതും വണ്ടികളിൽ ചെക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവർ ചെക്ക് ചെയ്തതിന്റെ റിമാർക്സ് കോളം കാര്യങ്ങളുണ്ട്. ചെക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ എഴുതും എന്തൊക്കെയുണ്ട്. പിന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും
ഇൻസഫിഷ്യൻ്റ് എന്തെങ്കിലും ഉണ്ടോ, ഓയിലിൻ്റെ അളവ് കുറവാണോ, ഫ്ലൂയിഡിൻ്റെ അളവ് കുറവാണോ. അപ്പോൾ ഇതെല്ലാം ഓരോന്ന് ചെക്ക് ചെയ്ത ടെക്നീഷ്യൻ ഇതെല്ലാം ചെയ്ത് ഇതിൽ നോട്ട് ചെയ്യും. എന്നിട്ട് ഇത് എങ്ങോട്ടാണ് പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നത്? ഇത് വൺസ് PDA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഡെലിവറി സെഗ്മെന്റിലേക്ക് കൊടുക്കും. അവർ പിന്നെ വാഷ് ചെയ്ത് അത് പോളിഷ് ചെയ്ത് ഡെലിവറിക്ക് കസ്റ്റമറിന് കൊടുക്കും. ശരി. അപ്പോൾ ഈ ഇത് വന്നിരിക്കുന്ന PDAയിലേക്ക് കയറ്റിയിട്ടിരിക്കുന്നത്? അതെ. ഓക്കെ. അപ്പോൾ ഇതിപ്പം സ്റ്റാർട്ട് PDA തുടങ്ങിയോ അതോ? PDA ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എത്ര നേരമാണ് ഒരു നമ്മൾക്ക് നോർമലി ഒരു SUV വണ്ടികളാണെങ്കിൽ ഒരു 3 to 4 hours, അല്ലെങ്കിൽ വലിയ ഒരു എമർജൻസി വണ്ടിയാണെങ്കിൽ നമുക്കൊരു 6 to 8 hours വേണ്ടി വരും ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ശരി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ ഒരു PDAയിൽ നടക്കുന്നത്. ഏതായാലും നമുക്കിനി നെക്സ്റ്റ് സെഗ്മെന്റ് ആയ ഡെലിവറി, അതായത് ഇനിയും ഡെലിവറി അത് ആ ഒരു വേറെ സെഗ്മെന്റ് അല്ലേ? PDA അവർ വണ്ടി റിസീവ് ചെയ്തില്ല, അവർ തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത്. ശരി. അപ്പോൾ ഏതായാലും അതിന്റെ കാഴ്ചകൾ ഇനി നമുക്ക് അയ്യർ സാറിൻ്റെ അടുത്ത് നിന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ PDAയുടെ കാര്യങ്ങളെല്ലാം ഫുള്ള് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടി? നെക്സ്റ്റ് പ്രൊസീജിയർ വാഷിംഗ് കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ കൊണ്ടിടും. ഇറ്റ് വിൽ ബി ഡെക്കറേറ്റഡ് വിത്ത് ടേപ്പ് ആൻഡ് അതർ തിങ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കസ്റ്റമറിൽ ഒരു ബ്രീഫ് കൊടുക്കും. വന്നു കഴിഞ്ഞിട്ട് വാട്ട് ഹാസ് ടു ബി ഡൺ, വാട്ട് ഹാസ് നോട്ട് ടു ബി ഡൺ. ഓക്കെ. പിന്നെ ലീഫ്ലെറ്റും കൊടുക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് വേറെയാണ്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതുപോലെ വണ്ടിക്ക് ചിലപ്പോൾ വെൽഡിങ് ചെയ്യും. വെൽഡിങ് ചെയ്യുന്ന സമയത്ത് വി ഗീവ് ഇൻസ്ട്രക്ഷൻ, ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണം, ECU ഡിസ്കണക്ട് ചെയ്യണം. അത് PDAയിൽ പറഞ്ഞു കൊടുത്തത് തന്നെയാണ്. ബിക്കോസ് അത് ചെയ്തില്ലെങ്കിൽ ECU വിൽ നോട്ട് വർക്ക്. ബസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് കംപ്ലീറ്റ്ലി ബിൽഡ് വെഹിക്കിൾ, CVN. മനസ്സിലായി. ചില വണ്ടികൾ നമ്മൾ ബേസിക് ആയിട്ട് ചേസി എടുത്തു കഴിഞ്ഞിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യും. ബോഡി ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് PDAക്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളത് റോഡിൽ ഇറക്കാവോ, നമ്പർ പ്ലേറ്റ് ഒക്കെ പിടിപ്പിക്കാൻ വേണ്ടി. സെക്കൻഡ് PDA ചെയ്തില്ലെങ്കിൽ വാറണ്ടി ഇഷ്യൂസ് വരും. അത് കഴിഞ്ഞിട്ട് വേറെ ഒത്തിരി, കാരണം ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് വയറിംഗ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടോ, വയറിംഗിലെ ബ്രേക്ക് വല്ലതും ഉണ്ടോ, അത് നോക്കണം. എന്തെങ്കിലും ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് വാറണ്ടിക്ക് applicable അല്ല. It will be totally disallowed by TATA Motors. അതിന് വേണ്ടിയാ സെക്കൻഡ് PDA ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്പർ പ്ലേറ്റ് രജിസ്ട്രേഷൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്പർ പ്ലേറ്റ് വെച്ചാലേ വണ്ടി കസ്റ്റമർക്ക് കൊടുക്കാൻ ഒക്കത്തുള്ളൂ. വിത്തൗട്ട് നമ്പർ പ്ലേറ്റ് കൊടുക്കാൻ പറ്റില്ല. ചില ക്യാബിനൊക്കെ നമ്മുടെ ബസ് ചേസി ഉണ്ടല്ലോ, ബസ് ചേസി TP എടുക്കും. കാരണം അത് പോയി ബോഡി ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ PDA ചെയ്യണം. സെക്കൻഡ് PDA ചെയ്ത് കഴിഞ്ഞിട്ട് നമ്പർ പ്ലേറ്റും വരും, രജിസ്ട്രേഷൻ അത് കഴിഞ്ഞിട്ട് പ്രോസസ്. ഓക്കെ. അതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നേരെ താക്കോൽ കൈമാറ്റം, ബാക്കി എന്തോ അത് പറഞ്ഞു കൊടുക്കും. രജിസ്റ്റർ സൈൻ ചെയ്ത് കസ്റ്റമർ ചെയ്തുകൊണ്ട് താക്കോൽ കൈമാറി പരിപാടി ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് he should be happy doing business. We will be happy to get more customers. PDAക്ക് കുറച്ചുകൂടെ ബിസിനസ് ചെയ്താൽ PDA will be happy, otherwise. ഓക്കെ. മനസ്സിലായി. അതിനുശേഷം പിന്നെ വരുന്ന ഫസ്റ്റ് സർവീസിലേക്ക് പിന്നെ തിരിച്ചു. സർവീസ് അല്ല, ഇറ്റ്സ് റിലേറ്റഡ് ടു ദ സർവീസ് സെക്ഷൻസ്. ഓക്കെ. വിച്ച് വിൽ ബി ടേക്കൺ അക്കോർഡിംഗ്ലി. അതങ്ങനെ. ഏതായാലും സർവീസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏരിയ തന്നെയാണ്. കുറേ അധികം കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ റിവ്യൂവും കൂടെ ഏതായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും അയ്യർ സാറേ വളരെയധികം താങ്ക്സ്. കുറേ കാര്യങ്ങൾ ഏതായാലും അറിയാൻ പറ്റി. No problem. In case anything is there, you can call us. We will help you. Okay. ശരി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തരുന്നു. അടുത്ത ദിവസം സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ, സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ്വ്ലോഗ്.